ഹലോ ഫ്രണ്ട്സ്, അപ്പു സോൺ എന്ന വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ രാവിലത്തെ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. ഇനി നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ അപ്പൂസിനെ ഒന്ന് അവൻ പഠിക്കുന്ന സ്കൂളിലൊന്നും കൊണ്ടാക്കണം. സ്കൂളല്ല, ഒരു വീടാണ്. അവിടെ അക്ഷരമൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ടിരുത്തിയതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള അന്നത്തെ ദിവസത്തെ കാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് അവനെ കൊണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളെ വണ്ടിയിലൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇനി പോണ വഴിക്ക് കടകളൊക്കെ കാണുമ്പോഴത്തേക്കും അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട. പുള്ളിക്കാരൻ ഓരോരോ ആവശ്യങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരുപാട് കടകളുണ്ട്. ആ കടയിൽ കയറി സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെ കാര്യമാണ് അപ്പൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ അവനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവനെ ആക്കാൻ വേണ്ടിയിട്ട് ഞാനും അവളും കൂടെയാണ് പോകുന്നത്. ഇപ്പോൾ പോയി സന്തോഷമാക്കി ഈ കാണുന്ന വീട്ടിലാണ് അവൻ പഠിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു ഏകദേശം ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. അതിനുശേഷം പെങ്ങളുടെ വീട്ടിൽ പോയി അവളുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ സുട്ടു എന്ന് പറഞ്ഞൊരു തത്തമ്മയുണ്ട്. അതിനൊക്കെ കുറച്ച് നേരം കളിപ്പിച്ചിരുന്നതിന് ശേഷം പിന്നെ ആ പെങ്ങളുടെ വണ്ടിക്ക് പെട്രോൾ ഇല്ലാഞ്ഞിട്ട് അതൊന്ന് പെട്രോൾ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അവളും കൂടെ പമ്പിലോട്ട് പോവുകയാണ്. വണ്ടിയിലാണെങ്കിൽ ഒട്ടും പെട്രോൾ ഇല്ലായിരുന്നു. അപ്പം എങ്ങനെയെങ്കിലും വഴി കിടക്കാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെയാണ് നമ്മൾ പമ്പിലോട്ട് എത്തിയത്. പോകുന്ന വഴി ഒരുപാട് വട്ടം നിന്ന് പോയി, പക്ഷേ കുഴപ്പമില്ല. വണ്ടി ഓടി ഭാഗ്യത്തിന് പമ്പ് വരെ ചെന്ന് പമ്പിൽ ചെന്നിട്ട് വണ്ടിയിൽ ഫുൾ ടാങ്കാണ് എണ്ണ അടിച്ചത്. ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സുഖമായിട്ട് പേടിക്കാതെ പതുക്കെ പോയി അടുത്ത കടമ്പയെന്ന് പറഞ്ഞാൽ മീൻ മേടിക്കലാണ്. മീൻ മേടിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു 1.5 കിലോമീറ്ററോളം പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വാപ്പാടെ മീൻതട്ടുണ്ട്. ഇതാണ് എൻ്റെ വാപ്പാടെ മീൻതട്ട്. ഇത് അവിടെ സഹായിക്കാൻ നിൽക്കുന്ന എൻ്റെ വാപ്പാടെ കൂട്ടുകാരനാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ മീനൊക്കെ വാങ്ങി ആദ്യം പെങ്ങളുടെ വീട്ടിൽ കൊണ്ട് മീൻ കൊടുക്കണം. അതിനുശേഷം വീട്ടിലോട്ട് മീൻ എത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം തന്നെ ഏകദേശം മണി 12 ആവും. വരുന്ന വഴിക്കാണെങ്കിൽ റെയിൻ ക്രോസ് അടച്ചിട്ടിരിക്കുമായിരുന്നു. അവിടെ ഒരു 5 മിനിറ്റോളം പോയി. അതിനുശേഷം വീട്ടിൽ വന്ന് കയറി ഉടനെ തന്നെ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ നേരെ കാൽച്ചുവട്ടിലായിട്ട് ഒരു പാക്ക് കിടക്കുന്നു. അങ്ങനെ അടക്കാ മരത്തിലോട്ട് നോക്കിയപ്പം ഇഷ്ടംപോലെ പാക്ക് കിടക്കുന്നു. അപ്പം ഞാനോർത്ത് ആ പാക്ക് കുറച്ച് പറിച്ച് ഏതെങ്കിലും കടയിൽ കൊണ്ട് കൊടുത്താൽ എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല. അതുകൊണ്ട് നമുക്കതൊന്ന് പറിച്ച് എല്ലാം കൂടെ വാരിപ്പിറക്കി ഒരു കിറ്റിനകത്ത് നിറച്ച് പാക്ക് പറിക്കുന്നത് പകുതിയോളം അപ്പുറത്തെ തോട്ടിലോട്ടാണ് പോകുന്നത്. എന്നാലും കുഴപ്പമില്ല, കിട്ടുന്നത് കിട്ടട്ടെന്ന് ഓർത്തിട്ട് ഒരു തോട്ടി വെച്ച് പറിച്ച് നമ്മളൊരു കിറ്റിനകത്താക്കിയിട്ടുണ്ട്. അങ്ങനെ പാക്ക് ഏകദേശം ഒരു 3-3.5 കിലോയോളം പാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളേതായാലും ഒരു കിറ്റി കെട്ടി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഏതെങ്കിലും കടയിൽ കൊടുത്ത് നോക്കാം എങ്ങനെയാണെന്ന്. ഇതിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിന്ന് രാവിലെ ഓട്ടം പോയ വണ്ടി ഒന്ന് കംപ്ലൈൻ്റ് ആയി പോയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അത് നന്നാക്കാനായിട്ട് ആൾ വന്നായിരുന്നു. അത് നന്നാക്കി കഴിഞ്ഞിട്ട് അവർ വിളിച്ച് അപ്പോൾ നമുക്ക് ആ വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മൾ ഗോഡൗണിൽ കൊണ്ടിടണം. അതിനുശേഷം നമുക്ക് ഉള്ള പരിപാടി എന്ന് വെച്ചാൽ ചായ കുടിക്കലാണ്. ചായ കുടിക്കാനായിട്ട് അപ്പൂസ് നല്ല ഉറക്കമാണ്. പഠിക്കാനൊക്കെ പോയിട്ട് വന്നിട്ട് അവൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. അതിനുശേഷം അവനെ ഒന്ന് കുത്തിപ്പൊക്കെ എണ്ണീപ്പിച്ചതിന് ശേഷം വേണം ചായ കുടിക്കാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ ചായ കുടിക്കാനൊന്നും ഇല്ലായിരുന്നു കഴിക്കാൻ. അപ്പോൾ ഞാൻ അപ്പുറത്തെ കടയിൽ പോയി ഒരു പാക്കറ്റ് ബ്രെഡ് മേടിച്ച്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് നല്ല നാടൻ തക്കാളി കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാനിതിൽ പോയപ്പോഴാണ് ഞാനിത് കണ്ടത്. സാധാരണ ഞാൻ അപ്പുറേ കൂടെ വണ്ടിയിലായിരിക്കും കടയിൽ പോകുന്നത്. തൊട്ടപ്പുറത്താണെങ്കിലും വണ്ടിയിൽ തന്നെ ആയിരിക്കും കടയിൽ പോകുന്നത്. നടന്നു പോകുന്ന അപൂർവം തന്നെയാണ്. നമുക്കും ഇങ്ങനെ തന്നെ വീടുകളിലൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വിഷമില്ലാത്ത പച്ചക്കറിയൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മളാരും അതിന് മെനക്കെടത്തില്ല. ഈ വീട്ടുകാർ ചിന്തിച്ച പോലെ നമ്മളും ചിന്തിച്ചിരുന്നെങ്കിൽ, നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചിരുന്നെങ്കിൽ അസുഖങ്ങൾ വിട്ട് നമുക്ക് കുറച്ച് ആശ്വാസം ഉണ്ടായേനെ. നമുക്ക് ഏതായാലും വീട്ടിൽ പോയി ഓംപ്ലേറ്റ് ബ്രെഡും ഉണ്ടാക്കി കഴിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കട്ടൻ ചായ കൂടെ കാച്ചി
അപ്പം നമ്മുടെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് നാളെ കാണാം.